ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട് പറയാൻ നമുക്ക് കഴിയും. ആ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതിലെ സുപ്രധാനമായ ഒന്നായിരുന്നു ആണവ കരാർ. ഞാനന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് അഹമ്മദ് സാഹിബ് കേന്ദ്രത്തിൽ മന്ത്രിയാണ്. ആണവ കരാർ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇടതുപക്ഷം ഉണ്ടാക്കിയ ഒരു വൈകാരിക ചലനമുണ്ട് കേരളത്തിൽ. ഇവിടെ അടക്കം അഹമ്മദ് സാഹിബ് രാജിവെക്കണം. ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, ഒരു യൂത്ത് ലീഗുകാരൻ എന്നതിലേക്ക് അന്ന് ഞങ്ങളുടെ കമ്മിറ്റി കൂടി പറഞ്ഞത് രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ്. ഞാൻ ഇന്ന് അഭിമാനിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. നിങ്ങൾ ഓർത്തു നോക്കൂ, ആ ആണവ കരാറിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പരിശ്രമിക്കുന്നത്, പിന്തുണ പിൻവലിക്കുന്നത് ഇവിടുത്തെ CPM-കാർ. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, മൻമോഹൻ സിംഗിന്റെ കാലം കഴിഞ്ഞല്ലോ. ഈ നരേന്ദ്രമോദി പിന്നെയും ഭരിച്ചു, പിന്നെയും ഭരിക്കാൻ വന്നല്ലോ. ആണവ കരാറിന്റെ അപകടം എന്താണ് ഇന്ത്യയിൽ? എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് ഈ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ച നിങ്ങളുടെ രാഷ്ട്രീയ തന്ത്രം അതായിരുന്നില്ലേ? ആ ആണവ കരാർ ഉണ്ടാക്കിയ ഇമ്പാക്ട് എന്താണ് ഇന്ത്യയിൽ? എന്തെന്നറിയുമോ? ഈ രാജ്യത്ത് വൈദ്യുതിയുടെ സഫിഷ്യൻസി ഉണ്ടാക്കിയെടുത്തത് ആ കരാറാണ്. ഈ തമിഴ്നാട്ടിൽ പോലും കൂടംകുളത്ത് പോലും വന്നിട്ടുള്ള ആണവ നിലയമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതക്ക് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതെങ്ങനെയാണ് കേരളത്തിലെ പിണറായി വിജയന് മനസ്സിലാവുക? ജീവിതത്തിൽ ഒരിക്കലായിട്ടുള്ള വിദ്യുച്ഛക്തി മന്ത്രിസ്ഥാനം കൊണ്ട് ലാവ്ലിയിലെ 200-300 കോടി അടിച്ചു മാറ്റി കട്ടുനിന്ന പിണറായി വിജയന് എങ്ങനെയാണ് സത്യസന്ധമായ ഒരു ആണവ കരാറിന് രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവുക? നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഇന്നും മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ പ്രയത്നിച്ചത് ആ ആണവ കരാറിന്റെ പേരിലാണ്. ആ കരാർ അവിടെ നഷ്ടം വന്നോ രാജ്യത്തിന്? എന്തെങ്കിലും പ്രയാസമുണ്ടായ രാജ്യത്തിന്? ഇല്ല. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസമുണ്ടായി. എന്തെന്നറിയുമോ? നിങ്ങളും ഈ പറയുന്ന അണ്ണാ ഹസാരെയും ഈ പറയുന്ന കള്ള സന്യാസിയും കൂടെ ഈ രാജ്യത്തിന്റെ ഗോപുരങ്ങളിൽ നിന്ന് മതേതരത്വത്തെ താഴെ ഇറക്കുകയും നരേന്ദ്രമോദി എന്ന ഫാഷിസ്റ്റിനെ ഇന്ത്യയുടെ അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളാണ് ചെയ്തത്. ഓർക്കണം നിങ്ങൾ. എന്നിട്ടും CPM-കാരാ നിങ്ങളെ ഒരു ജനാധിപത്യ മുന്നണിയിൽ ചേർത്ത് നിർത്താൻ രാഹുലും ആ മുന്നണിയുടെ പ്രവർത്തകന്മാരും കാണിച്ച മര്യാദ ഉണ്ടല്ലോ.